പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ FCRA ബില്ല് പരിഗണനയ്ക്ക് വരുമെന്ന സൂചന. കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നു. ലോക്സഭാ സെക്രട്ടേറിയറ്റ് FCRA അടക്കം 7 ബില്ല് ലിസ്റ്റ് ചെയ്തിരുന്നു. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, ഇപ്പോൾ ഈ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ FCRA ബില്ല് പരിഗണനയ്ക്ക് വരുമെന്നാണ് സൂചന. വിവരങ്ങൾ എന്തൊക്കെയാണ്? അവന്തിക, ഈ മാസം 21-ന് ചേരുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ FCRA ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ വീണ്ടും അവതരിപ്പിക്കും എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. FCRA ഭേദഗതി ബില്ലടക്കം 7 ബില്ലുകളാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ 5 പുതിയ ബില്ലുകൾ, അതായത് സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള 5 പുതിയ ബില്ലുകളും അതിനു പുറമെ നേരത്തെ മാറ്റിവെച്ച 2 ബില്ലുകൾ, FCRA ഉൾപ്പെടെയുള്ള 2 ബില്ലുകളും ഭേദഗതികളോടുകൂടി അവതരിപ്പിക്കുമെന്നതാണ് ലോക്സഭാ ബുള്ളറ്റിൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധങ്ങൾ, വിമർശനങ്ങളൊക്കെ നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ് FCRA ഭേദഗതിക്കെതിരെ. പ്രത്യേകിച്ച് കഴിഞ്ഞ സമ്മേളന കാലയളവിൽ മോദി സർക്കാർ ഈ ഒരു ഭേദഗതി ബിൽ കൊണ്ടുവന്നെങ്കിലും അന്ന് വലിയ പ്രതിഷേധം, വിമർശനമൊക്കെ ക്രിസ്ത്യൻ സമുദായത്തിൽ നടക്കം ഉയർന്നു വന്നിരുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടായിരുന്നു അത്തരത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിന്റെ അടക്കം പ്രതിഷേധം ഉയർന്നു വന്ന സാഹചര്യത്തിൽ ബില്ല് മാറ്റിവെക്കാനായിട്ടൊരു തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഏതായാലും ആ തെരഞ്ഞെടുപ്പിന് ശേഷം ചേരുന്ന ആദ്യത്തെ സമ്മേളനം, അതായത് വർഷകാല സമ്മേളനത്തിൽ തന്നെ വീണ്ടും FCRA ഭേദഗതി ബില്ല് സഭയിൽ കൊണ്ടുവന്ന് പാസാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തുന്നത്. അവന്തിക. ശരി, വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.